കോട്ടയത്താണെങ്കിൽ ഒരു നേതാവ് ക്ലച്ച് പിടിക്കണമെങ്കിൽ സൗന്ദര്യം നിർബന്ധമായിട്ട് വേണം. സൗന്ദര്യമില്ലാത്തവർക്ക് കോട്ടയത്ത് ക്ലച്ച് പിടിക്കാൻ പറ്റില്ല. കോട്ടയത്തുകാർ പൊതുവെ സൗന്ദര്യ ആരാധകരാണ്. അതുകൊണ്ടാണ് ടി കെ രാമകൃഷ്ണൻ കോട്ടയത്ത് നിന്ന് ജയിച്ചത്. അത്ര തന്നെ സൗന്ദര്യമില്ലാത്ത വൈക്കം വിശ്വൻ പരാജയപ്പെട്ടു. വൈക്കം വിശ്വൻ ഇത് കേട്ട് എനിക്കതിനെ കോപിക്കില്ല എന്ന് വിചാരിക്കും. എന്തുകൊണ്ടാണ് കോട്ടയത്തുകാർ നമ്മുടെ സുരേഷ് കുറുപ്പിന് വീണ്ടും വീണ്ടും വിജയിപ്പിച്ച സുരേഷ് കുറുപ്പ് കോട്ടയത്തുകാരുടെ സൗന്ദര്യ സങ്കല്പമായിട്ട് സംസ്കാര സങ്കല്പമായിട്ടും യോജിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് കത്തോലിക്ക മതമേധാവികൾക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. പരിശുദ്ധ കാതോലിക്ക ബാബയ്ക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. NSS ജനറൽ സെക്രട്ടറിക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. SNDP യൂണിയൻകാർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. കേരള കോൺഗ്രസ്സുകാർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഇപ്പം പാർട്ടിക്ക് അതീതമായിട്ട് കുറുപ്പിന് വോട്ട് കിട്ടിയിരുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അതേസമയത്ത് ജെയ്ക് സി തോമസ് മത്സരിച്ച് ഈ വോട്ടുകളൊന്നും കിട്ടുകയില്ല. ഞാൻ ലിയോക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവില്ലേ? അത് കോട്ടയത്തിന്റെ ഒരു രാഷ്ട്രീയ സംസ്കാരം ആ രീതിയിലാണ്. ഞാൻ കോട്ടയത്തുകാരെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. അപ്പോൾ ഇത് തിരുവനന്തപുരത്ത് വേറൊരു രീതിയിലാണ് വർക്കൗട്ട് ആവും. തിരുവനന്തപുരത്ത് വിദ്യാസമ്പന്നരായ ആളുകൾ, ഇടത്തരക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചവർ, സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നവർ, ഇനി സർക്കാർ ഉദ്യോഗസ്ഥന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ, സെക്രട്ടേറിയറ്റാണ് സ്വർഗം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ വിഭാഗക്കാർ കേരളത്തിൽ ഏറ്റവും അധികം ഉള്ളത് തിരുവനന്തപുരത്താണ്. കാരണം സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഈ അവരുടെ സൗന്ദര്യ സങ്കല്പമായിട്ട് യോജിച്ചു പോകുന്ന ഒന്നാമത്തെ നേതാവ് തരൂരാണെങ്കിൽ രണ്ടാമത്തെ ആൾ രാജീവ് ചന്ദ്രശേഖർ. അതാണ് കുമ്മനം രാജശേഖരന് കിട്ടാത്തൊരു സ്വീകാര്യത രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയത്. ലോജിക്ക് മനസ്സിലായില്ലേ? കുമ്മനം രാജശേഖരൻ കുമ്മനം രാജശേഖരൻ ഒരു വൈക്കം വിശ്വനും നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഒരു സുരേഷ് കുറുപ്പുമാണ്. ഓക്കെ, മനസ്സിലായി. അല്ല, ഇപ്പോൾ അവര് 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ കൊണ്ടായിരിക്കും തിരുവനന്തപുരത്തിന്റെ വികസന രേഖ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അല്ല, അതൊക്കെ അവർ ചെയ്യും. കാരണം ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പണ്ടും പറഞ്ഞിട്ട്, കേരളത്തിൽ BJP ജയിക്കാൻ പോകുന്ന ആദ്യത്തെ പാർലമെൻറ്റ് മണ്ഡലം തിരുവനന്തപുരം ആയിരിക്കും എന്ന് പലപ്പോഴും പറയുമ്പോഴും ഞാൻ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, തിരുവനന്തപുരത്ത് BJP ജയിക്കണമെങ്കിൽ ഒന്നുകിൽ പ്രത്യേകിച്ച് തരൂരിനെ തോൽപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ സിനിമാ നടൻ മോഹൻലാൽ മത്സരിക്കണം BJP സ്ഥാനാർത്ഥിയായിട്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി മത്സരിക്കണം. കാരണം അത്ര വലിയ ഒരാൾക്ക് മാത്രമേ തിരുവനന്തപുരത്ത് വലിയൊരു കോളനെ കൊണ്ടൊക്കെ. തീർച്ചയായിട്ടും BJPക്കാർ ചില്ലറക്കാരൊന്നുമല്ല. അവർ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല മുന്നിൽ കാണും. 2026, 2031, 2030 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും 31 നിയമസഭാ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും പിന്നത്തെ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. കേരളത്തിലെ BJPക്കാരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്, കേന്ദ്രത്തിലെ BJP. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ചാണക്യൻ, അല്ലെങ്കിൽ ചാണക്യൻ്റെ മുത്തച്ഛനായ അമിത്ഷാ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല, അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള വലിയ ഒരു ശക്തി, ഒരുപാട് ബുദ്ധിയുള്ള നിരവധി കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ ഓരോ മണ്ഡലത്തെയും വിശകലനം ചെയ്ത് അതിൻ്റെ കമ്മ്യൂണലായിട്ടുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ ബിരുദധാരികളുടെ എണ്ണം, എത്ര പേര് മെട്രിക്കുലേഷൻ പാസ്സായവരുണ്ട്, എത്ര പേര് പ്രീ ഡിഗ്രിക്കാരുണ്ട്, എത്ര BA ക്കാരുണ്ട്, എത്ര PhD ക്കാരുണ്ട്, അതിൽ വാഴക്കുലയെക്കുറിച്ച് ഗവേഷണം നടത്തിയവർ എത്ര ഉണ്ടെന്നൊക്കെ പഠിച്ച് അവരെ ഏത് രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് BJP ഓരോ തെരഞ്ഞെടുപ്പിലും തന്ത്രങ്ങൾ പയറ്റുന്നത്. വാജ്പേയിയുടെ BJP അല്ല, അദ്വാനിയുടെ BJP അല്ല, ഇത് അമിത്ഷായുടെ BJP ആണ്, മോഡിയുടെ BJP പോലും അല്ല.